നല്ല കയറ്റമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് ഞാൻ ഈ കുന്നും മലയൊക്കെ കയറുക. മടുത്ത് ഇങ്ങനെ കണ്ട കുന്നിലെ മലയിലൊക്കെ കയറ്റിക്കത്തുള്ളൂ. ഞാൻ ചിരിച്ചിരിക്കുന്ന ഷൂ ചേച്ചിയുടെയാണ്. എൻ്റെ ചെരുപ്പിട്ടാൽ എവിടെയും തലതില്ലി വീഴും. ഇവിടെ വരുന്നുണ്ട് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വന്നോളൂ. കാരണം ഇരുന്ന് കടന്നൊക്കെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഞങ്ങളുടെ യാത്രയിലെ മൂന്നാമത്തെ സ്പോട്ടായ കാറ്റാടിക്കടവിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ കാറ്റാടിക്കടവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കടവ് കാണാനൊന്നുമല്ല കേട്ടോ പോകുന്നത്. മലയുടെ മുകളിൽ വ്യൂ പോയിന്റ് കാണാനാണ് ഞങ്ങൾ ഈ കയറി പോകുന്നത്. ഈ കയറിപ്പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ ഏതോ ഒരു സ്ഥലമാണ്. പക്ഷേ പിന്നീടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കും ഞാൻ എങ്ങനെയാണ് അവിടം വരെ എത്തിയെന്നുള്ളത്. ഞാൻ ചിരിച്ചിരിക്കുന്ന ഷൂ ചേച്ചിയുടെയാണ്. എൻ്റെ ചെരുപ്പിട്ടാൽ എവിടെയും തലതില്ലി വീഴും. നമ്മൾ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ല കയറ്റമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് ഞാൻ ഈ കുന്നും മലയൊക്കെ കയറുക. മടുത്ത് ഇങ്ങനെ കണ്ട കുന്നിലെ മലയിലൊക്കെ കയറ്റിക്കത്തുള്ളൂ. അപ്പോൾ മലയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ കാറ്റാടിക്കടവാണ് വന്നേക്കുന്നത്. നല്ല കയറ്റമുണ്ട്. കയറ്റം കയറിയിട്ട് എനിക്ക് നടക്കാനും മേലെ ഇരിക്കാനും മേലാത്ത അവസ്ഥയിലാണ്. പറ്റാഞ്ഞിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി മേലോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. വയ്യ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കയറ്റം കയറിയിട്ട് എനിക്ക് അണച്ചിട്ട് വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒരു വല്ലാത്തതൊരു അവസ്ഥയാണ്. ഇവിടേക്ക് വരുന്നവർ ഇതുപോലെ കയറ്റം കയറാനും ഇതുപോലെ ഇറങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വരിക. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വന്നോളൂ. കാരണം ഇരുന്ന് കടന്നൊക്കെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വരിക. പിന്നെ കയറാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക അല്ലേ, അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം വരിക, അല്ലാത്തവർ ഒഴിവാക്കുക. ഞാൻ അല്ലാത്ത കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞാൻ കയറിയതാണ്, എന്നെ കയറ്റിയതാണ്. അപ്പോൾ നടന്ന് ഒരു നല്ല സ്ഥലത്തെത്തി. അതും കഷ്ടപ്പെട്ട് എല്ലാം കാട്ടി നമ്മുടെ നെല്ല് കാണും. നമ്മുടെ നെല്ലും കൂടെ കാണിക്കും. ഓക്കെ, ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ 2 കടയുണ്ട്. ഒരു കടയുടെ വീഡിയോ മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലൊരു പ്രദേശമാണ് കേട്ടോ. കുറച്ച് കയറ്റം കയറി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതുപോലൊരു നല്ല മനോഹരമായ സ്ഥലത്തൂടെ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ കാറ്റാടിക്കടവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറം പഞ്ചായത്തിലാണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു ട്രെക്കിങ് പോലുള്ളൊരു ഇതാണ് കേട്ടോ. കാരണം നമുക്ക് ഇച്ചിരി നല്ല ദൂരം നടക്കാനുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച് ദൂരം കയറ്റം കയറി ഇറങ്ങി നിരപ്പായ സ്ഥലം, അങ്ങനെ നമുക്ക് അതുപോലൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഏരിയ ഇഷ്ടപ്പെടും. ആൺപിള്ളേർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. പിന്നെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. എനിക്ക് ഈ നടപ്പും കയറ്റവും ഒക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് പാട് കണ്ടത്. എൻ്റെ വരവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മടുത്ത്, അതുപോലെ മടുത്ത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കസിൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് വരാൻ ആഗ്രഹിക്കുന്നവർ, എന്നെപ്പോലെ മടിയുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നല്ല കയറ്റമുണ്ട്. നമ്മൾ നല്ലപോലെ മടുക്കും. ഞാൻ ഇരുന്നും കടന്നും ഒക്കെയാണ് വന്നത്. എന്നാൽ എൻ്റെ കൂടെ വന്ന ചേച്ചിക്കോ അമ്മൂനോ എൻ്റെ അത്രയും അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഓരോരുത്തരുടെ മൈൻഡൊക്കെയാണ്. ഇതുപോലൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. പിന്നെ മുകളിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട വ്യൂ വെച്ച് നോക്കുമ്പോൾ ഞാൻ കയറിയതിൽ എനിക്ക് നഷ്ടമില്ല എന്ന് തോന്നിയായിരുന്നു. എങ്കിൽ കൂടിയും ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടാ എന്നോട് പറഞ്ഞത്, ഇത്രയും ദൂരം നീ എന്നെ ചീത്ത പറഞ്ഞാണോ നീ വന്നത്, നിനക്ക് ഇത്രയും വ്യൂ കിട്ടിയതിന് ശേഷം നീ ഒന്ന് പറയുന്ന കേൾക്കട്ടെ എന്നും പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നത് കേട്ടോ. പാവം. എൻ്റെ സാധാരണ ചേട്ടാനെ സംബന്ധിച്ച് ചേട്ടായിക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പുള്ളി കയറിപ്പോവും.
എൻ്റെ കൂടെ നിന്ന് പാവം പയ്യാണ് കയറിയത്. അപ്പോൾ അതേ ഞങ്ങൾ ആ വ്യൂ കാണാനായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാടൊക്കെ പോലുള്ള ഏരിയ ഉണ്ട്. നടന്നു വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടന്നു വരിക. ഞങ്ങൾ എന്തോ എന്താ കടിച്ചതെന്ന് അറിയത്തില്ല. എൻ്റെയും ചേച്ചിയുടെ കാലിൽ നിന്ന് ചോരയൊക്കെ വന്ന്, എന്തായാലും പാമ്പല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തോ ഒരു സാധനം, ജീവി എന്തോ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ മോനെ, സൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ചെറിയ കോട കയറി വന്ന് മലയങ്ങ് മൂടും. എന്നാ ഭംഗിയാണെന്നറിയാവോ, നമുക്കത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതെനിക്കെടുത്ത് പറയാൻ എനിക്കറിയില്ല, നിങ്ങളത് കാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെ കോട കയറി അടുത്ത മലയിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ മലയിൽ കയറാനായിട്ട് പറ്റും കേട്ടോ, അപ്പുറം വഴിയുണ്ട്. പക്ഷെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലെ പോയി കഴിഞ്ഞാൽ. കാരണം ഇവിടെ ഇങ്ങനെ കമ്പിവേലിയൊക്കെ കെട്ടി നല്ല സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വശത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്ര സുരക്ഷിതമൊന്നും അല്ല. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം സേഫ്റ്റിയൊക്കെ നോക്കി പോവുക കേട്ടോ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കല്ലും മുള്ളും ഒക്കെ താണ്ടി ഇവിടെ വന്നിങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വ്യൂ ആയിരിക്കാം നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് എനിക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് ചിരിയും വർത്താനവും കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് ആ ഒരു തണുപ്പും സമാധാനവും ഒക്കെ ആസ്വദിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്ന് കണ്ട കാഴ്ചയും അവിടെ ഇരിക്കുന്ന ആ ഒരു സ്വസ്ഥതയും സമാധാനവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാനായിട്ട് പോവാണ്. അപ്പം തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ വന്ന വഴിയുടെ ബാക്കി കാഴ്ചകളൊക്കെ. ഞാൻ പറയും ഞങ്ങളെന്ന് അമ്മുൻ്റെ ബൊക്കെയൊക്കെയാണ് കേട്ടോ. അമ്മു നിന്നെ കാണില്ല, നീ നോക്കണ്ട, മുടി കൊണ്ട് കാണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പറിച്ചെടുത്താണ്. അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഫോട്ടോ സെക്ഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ചേച്ചിയാണ്. ആരാണ് സ്പെഷ്യൽ പേഴ്സൺ? വെളിപ്പെടുത്താൻ തയ്യാറാണോ? വെളിപ്പെടുത്തിയ പാപ്പം വീട്ടിൽ നിന്ന്. ദുരന്തം പിടിച്ച വഴികളാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു വീഡിയോ എടുക്കാൻ. അതായത് ഞാൻ എടുക്കാഞ്ഞത്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് അനന്തു പോയിട്ടുണ്ട്. അവൻ താഴെ ചെന്നിട്ടുണ്ടാവും. എനിക്ക് നല്ല പാടായിരുന്നു. നിങ്ങളൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വരിക, ഞാൻ നിർബന്ധിക്കത്തില്ല. പക്ഷെ വ്യൂ സൂപ്പറാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും വ്യൂ നല്ലതാണ്. എനിക്കത്ര ഇങ്ങനെ കയറ്റമൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. ഇങ്ങനെ കയറാനൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വരാം. അപ്പോൾ ഈ സ്ഥലം മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ കാറ്റാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളം വഴിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് മാപ്പ് നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ സ്പോട്ടിൽ തന്നെ കൊണ്ട് നമ്മളെ നിർത്തും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഈ പോക്കിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതേ പാട്ടൊക്കെ പാടി താളം തുള്ളി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ മലയെല്ലാം താണ്ടി. താണ്ടൽ വല്ലാത്തൊരു താണ്ടലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിനി എങ്ങോട്ടേക്ക് പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇനി എങ്ങോട്ടാണെന്നുള്ളത് ഞങ്ങൾ വണ്ടി എടുത്താലേ ഞങ്ങൾക്ക് ഇനി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൽ കാണാം.